ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത് എന്താ പഠിച്ചുകൊണ്ടിരുന്നത്? കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസിൻ്റെയൊക്കെ ഇമേജ് ഫോർമേഷനെ പറ്റിയിട്ടാണ് പഠിച്ചത്. അപ്പോൾ ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെൻസ് ഇക്വേഷൻ എന്താണെന്നാണ്. ഓക്കെ, ലെൻസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫോക്കൽ ലെങ്ത്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസ് തുടങ്ങിയിട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ട് ഫെമിലിയർ ആണല്ലേ. അപ്പോൾ ഒരു ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്, ഇമേജ് ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇത് തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ആ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലെൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം 1/f is equal to 1/v minus 1/u. അതിൽ എഫ് എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ആണ്, വി എന്ന് പറയുന്നത് ഇമേജ് ഡിസ്റ്റൻസും, യു എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ടു ദ ഒബ്ജക്റ്റും ആണ്. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് 1/f is equal to 1/v minus 1/u. ഓക്കെ, ഇനി ഇതിനെ നമ്മളൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഇസ് ഈക്വൽ ടു യു വി ബൈ വി മൈനസ് യു. ഇവിടെ 1/f ആയിരുന്നു. ഇനി എഫിൻ്റെ ഇക്വേഷൻ ആയിട്ട് എഴുതണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, യു വി ബൈ വി മൈനസ് യു എന്ന് എഴുതാം. ഓക്കെ, ഇനി കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. ഇനി നമ്മൾ ഈ ലെൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ സൈൻ എങ്ങനെയാണെന്ന്. ഓക്കെ, നമുക്കറിയാം ചില ഫോക്കൽ ലെങ്ത് നമ്മൾ ലെഫ്റ്റിലേക്കും ചിലതിൻ്റെ ഫോക്കൽ ലെങ്ത് നമ്മൾ റൈറ്റിലേക്കുമാണ്. ചില ഇമേജിൻ്റെ ഹൈറ്റ് എബോവ് ദ ആക്സിസ് ആയിരിക്കും, ചില ഇമേജിൻ്റെ ഹൈറ്റ് ബിലോ ദ ആക്സിസ് ആയിരിക്കും. അപ്പോൾ ഇതിന് നമ്മൾ പെർട്ടിക്കുലർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സൈൻ കറക്റ്റായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ സൈൻ എങ്ങനെയായിരിക്കും എന്നാണ് നമ്മളോട് നോക്കുന്നത്. ഇപ്പോൾ ഇമാജിൻ ദിസ് ഇസ് എ ലെൻസ്. ഓക്കെ, ഇതാണ് ഒരു ലെൻസ് എന്ന് വിചാരിക്കാം. ഈ ലെൻസിൻ്റെ ഈ സൈഡിലോട്ട് എടുക്കുന്നതൊക്കെ, ദാറ്റ് മീൻസ് ടുവേർഡ്സ് ലെഫ്റ്റ് എടുക്കുന്ന ഡിസ്റ്റൻസുകളൊക്കെ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഡിസ്റ്റൻസ് ടുവേർഡ്സ് ദ ലെഫ്റ്റ് വിൽ ബി നെഗറ്റീവ്. ഇനി മേലേക്ക് എടുക്കുന്ന ഹൈറ്റുകൾ എന്തായിരിക്കും? അത് ഇവിടെയാണെങ്കിലും ഈ സൈഡിലാണെങ്കിലും, റൈറ്റ് സൈഡിലാണെങ്കിലും ലെഫ്റ്റ് സൈഡിലാണെങ്കിലും ആക്സിസിൻ്റെ മുകളിലേക്ക് നമ്മൾ മെഷർ ചെയ്യുന്ന ഹൈറ്റുകൾ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡിലാണെങ്കിലും റൈറ്റ് സൈഡിലാണെങ്കിലും ആക്സിസിൻ്റെ താഴേക്ക് എടുക്കുന്ന ഹൈറ്റുകൾ എങ്ങനെയായിരിക്കും? അതിന് നമ്മൾ എപ്പോഴും നെഗറ്റീവ് ആയിട്ടായിരിക്കും എടുക്കുന്നുണ്ടാവാം. ഓക്കെ, ഇനി ഇവിടേക്ക് റൈറ്റ് സൈഡിലേക്ക് എടുക്കുന്ന ഡിസ്റ്റൻസുകളോ? റൈറ്റ് സൈഡിലേക്ക് എടുക്കുന്ന ഡിസ്റ്റൻസുകൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ലെൻസ് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ ലെൻസിൻ്റെ ഇങ്ങോട്ടേക്കാണ് ഞാൻ ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഞാൻ മെഷർ ചെയ്യുമ്പോൾ അത് എന്തായിരിക്കും? എനിക്ക് അത് നെഗറ്റീവ് ആയിരിക്കും. പിന്നെ ഒബ്ജക്റ്റ് ഞാൻ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, മൈ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് എബവ് ദ ആക്സിസ്. സോ ഈ ഹൈറ്റ് എങ്ങനെയായിരിക്കും? എനിക്ക് ദാറ്റ് ഹൈറ്റ് വിൽ ബി പോസിറ്റീവ്. ആ ഹൈറ്റ് പോസിറ്റീവ് ആയിരിക്കും. ഇനി എൻ്റെ ഇമേജ് ഫോം ചെയ്തത് റൈറ്റ് സൈഡിൽ ഇവിടെയാണ്, ഇവിടെ താഴേക്കാണ്, ബിലോ ദ ആക്സിസ് ആണ് ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഹൈറ്റ് എങ്ങനെയായിരിക്കും? ഈ ഹൈറ്റ് എനിക്ക് നെഗറ്റീവ് ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എനിക്ക് പോസിറ്റീവ് ആയിരിക്കും. കാരണം എന്താണ്? ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ XY ആക്സിസ് നമ്മൾ നോർമലി എടുക്കില്ലേ? ഇത് നമുക്കറിയാം പോസിറ്റീവ് X ആക്സിസ് ആണ്, ഇത് നെഗറ്റീവ് X ആക്സിസ് ആണ്, ഇത് പോസിറ്റീവ് Y ആക്സിസ് ആണ്, ഇത് നെഗറ്റീവ് Y ആക്സിസ് ആണ്. അപ്പോൾ നമ്മൾ ഈ സൈഡിലേക്ക് എടുക്കുന്ന ഡിസ്റ്റൻസുകളൊക്കെ എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഈ സൈഡിലേക്ക് എടുക്കുന്ന ഡിസ്റ്റൻസുകളൊക്കെ എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. മുകളിലേക്ക് എടുക്കുന്നതൊക്കെയോ പോസിറ്റീവ് ആയിരിക്കും, താഴേക്ക് എടുക്കുന്നതൊക്കെയോ നെഗറ്റീവ് ആയിരിക്കും. സെയിം ആണ് ഈ ഒരു കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനിലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് റെഫറൻസ് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് എടുക്കുന്ന ഡിസ്റ്റൻസുകൾ പോസിറ്റീവ്, ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുന്ന ഡിസ്റ്റൻസുകൾ നെഗറ്റീവ്, മുകളിലേക്ക് എടുക്കുന്നത് പോസിറ്റീവ്, താഴേക്ക് എടുക്കുന്നത് നെഗറ്റീവ്. ഇങ്ങനെ ഓർത്ത് വയ്ക്കാം. ഇനി ഇവിടെ 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ടേബിൾ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആദ്യത്തെ ടേബിളിൻ്റെ നമുക്ക് ഫില്ല് ചെയ്ത് പോവാം. ഓക്കെ, ഇവിടെ നോക്ക്, ഇവിടെ നമുക്ക് ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണാം. ഫസ്റ്റ് നമുക്ക് എന്താ ഫില്ല് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മളുടെ ടേബിളിൽ ഓൾറെഡി എന്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഓൾറെഡി ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇസ് മെഷേർഡ് ആസ് നെഗറ്റീവ് അല്ലേ? -25 സെന്റിമീറ്റർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം അവിടെ എങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സി ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എങ്ങോട്ടേക്ക് എടുത്തിട്ടുള്ളത്? ഫസ്റ്റ് ലെൻസിൻ്റെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് എടുക്കുന്നത് അല്ലേ? അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് മെഷർ ചെയ്യുന്നത്, ഇവിടെ ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുന്ന ഡിസ്റ്റൻസുകൾ നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യും? നമ്മളതിനെ നെഗറ്റീവായിട്ട് മാർക്ക് ചെയ്യും. ഇനി രണ്ടാമത് നമുക്ക് അതിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? വി ആണ്, ഇമേജ് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇമേജ് എവിടെയാണ് ഉള്ളത്? ഇമേജ് ഇതാ ഇവിടെ റൈറ്റ് സൈഡിലാണ് ഉള്ളത്.
അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് നമ്മളുടെ എന്ത് ഇമേജ് ഡിസ്റ്റൻസ്. അത് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് എത്രയാണ് 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് എടുക്കുന്ന ഡിസ്റ്റൻസുകൾ എന്തായിരിക്കും? ഇതാണ് നമ്മുടെ ആക്സിസ്. ഇത് പോസിറ്റീവ് എക്സ്, നെഗറ്റീവ് എക്സ്, ഇത് പോസിറ്റീവ് വൈ ആൻഡ് ദിസ് ഇസ് നെഗറ്റീവ് വൈ. അപ്പോൾ ഇങ്ങോട്ടേക്ക് എടുക്കുന്ന ഡിസ്റ്റൻസുകൾ എങ്ങനെയായിരിക്കും? അങ്ങനെ എടുക്കുന്ന ഡിസ്റ്റൻസ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ വി എന്ന് പറയുന്നത് എന്താണ്? വി എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് എത്രയാണ്? 100 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് എഴുതാം. ഇനി അടുത്തത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എഫിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. എഫിനെ കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. ഇവിടെ എഫ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലേ. എഫ് എത്രയാണ് കൊടുത്തിട്ടുള്ളത്? എഫ് ഇവിടെയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതാണ് എഫ് എന്ന് പറയുന്നത്. എഫ് ഈസ് 20 സെൻറ്റിമീറ്റർ. ഇത് ഏത് സൈഡിലേക്കാ? പോസിറ്റീവ് എക്സ് ആക്സിസിന്റെ സൈഡിലേക്കാണ്. അപ്പൊ എഫ് എന്തായിരിക്കും? എഫ് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ എഫ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഇസ് ഓൾസോ പോസിറ്റീവ്. അത് എത്ര സെൻറ്റിമീറ്റർ? 20 സെൻറ്റിമീറ്റർ ആണ്. ഇനി അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ഇതാ എബവ് ദ ആക്സിസ് ആണല്ലേ. എത്രയാണത്? 1 സെൻറ്റിമീറ്റർ ആണ്. എബവ് ദ ആക്സിസ് ആണ്. അപ്പൊ നമുക്ക് എന്തുമായിരിക്കും? അത് പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും? എബവ് ദ ആക്സിസ് നമ്മൾ ഹൈറ്റ് എടുക്കുമ്പോൾ എപ്പോഴും എന്താണ്? അത് പോസിറ്റീവ് ആണ്. ഏത് സൈഡ് ആണെങ്കിലും, ലെഫ്റ്റ് ആണെങ്കിലും റൈറ്റ് ആണെങ്കിലും ആക്സിസിന്റെ മുകളിലാണ് ഹൈറ്റ് എങ്കിൽ ദാറ്റ് വിൽ ബി പോസിറ്റീവ്. സോ അവിടെ എന്തായിരിക്കും? നമുക്ക് എഴുതാം ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ദാറ്റ് ഈസ് 1 സെൻറ്റിമീറ്റർ. ഇനി ഇമേജിന്റെ ഹൈറ്റ് നോക്കാം. ഇമേജ് താഴെ ഇവിടെ ബിലോ ദ ആക്സിസ് ആണല്ലേ. ബിലോ ദ ആക്സിസ് ആണ്. അത് എത്ര സെൻറ്റിമീറ്റർ ആണ്? 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇത്? അത് റൈറ്റ് സൈഡിലാണെങ്കിലും ലെഫ്റ്റ് സൈഡിലാണെങ്കിലും ബിലോ ദ ആക്സിസ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി നെഗറ്റീവ്. So we can write it as negative and it is -4 centimeter. ഓക്കെ, റീസൺ എന്താണെന്ന് ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തതിൽ ഇത് സെയിം റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, രണ്ടാമത്തതിൽ വി എവിടെയാണുള്ളത്? ഇതാണ് വി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്. ഇത് ഏത് സൈഡിലേക്ക് എടുത്തിട്ടുള്ളത്? നെഗറ്റീവ് എക്സ് ആക്സിസിന്റെ സൈഡിലേക്കാണ് അല്ലേ. അപ്പൊ ആ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ആ ഡിസ്റ്റൻസ് നെഗറ്റീവ് ആയിരിക്കും. സോ വി ക്യാൻ സേ വി വിൽ ബി നെഗറ്റീവ്. എത്രയാണ്? -100 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളത് റൈറ്റ് ഹാൻഡ് സൈഡിലാണ്. ഓക്കെ, അപ്പൊ ഇമേജ് ഫോം ചെയ്തത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണെന്നുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എഫ് ആണ്, ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് ഇതാ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും ഇവിടെ തന്നെയാണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ്. 20 സെൻറ്റിമീറ്റർ ആണ്. അപ്പൊ ലെഫ്റ്റിലേക്ക് എടുക്കുന്നതുകൊണ്ട് തന്നെ അത് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി നെഗറ്റീവ് ആണ്. -20 സെൻറ്റിമീറ്റർ എന്ന് മാർക്ക് ചെയ്തു. ഇനി എച്ച് ഒ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് എവിടെയാണ്? ഒബ്ജക്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡിലാണ്. പക്ഷെ എവിടെയാണ്? ഇറ്റ് ഈസ് എബവ് ദ ആക്സിസ് അല്ലേ. എബവ് ദ ആക്സിസ് ആയതുകൊണ്ട് തന്നെ അതെങ്ങനെയായിരിക്കും? അത് പോസിറ്റീവ് ആയിരിക്കും. സോ 1 സെൻറ്റിമീറ്റർ അതെന്താണ്? പോസിറ്റീവ് ആണ്. +1 സെൻറ്റിമീറ്റർ. ഇനി ഹൈറ്റ് ഓഫ് ദ ഇമേജ് ആണ്. ഇമേജ് നോക്ക്, ഇമേജ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായതുകൊണ്ട് അല്ല അത് നെഗറ്റീവ് ആവുന്നത്, അത് ബിലോ ദ ആക്സിസ് ആണ്. ബിലോ ദ ആക്സിസ് ആയതുകൊണ്ട് തന്നെ ഈ 4 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞത് എന്തായിരിക്കും? 4 സെൻറ്റിമീറ്റർ വിൽ ബി നെഗറ്റീവ്. നമുക്കവിടെ എന്ത് മാർക്ക് ചെയ്യാം? നെഗറ്റീവ് ആണ്. -4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം. ക്ലിയർ ആയില്ലേ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് വെച്ചിട്ടാണ് നമുക്ക് എങ്ങനെ ന്യൂമറിക്കൽസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചില സമയത്ത് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ട് ഒരു സാധനത്തിനെ മാഗ്നിഫൈ ചെയ്ത് കാണാം. അതിന്റെ സൈസ് കുറച്ച് വലുതാക്കി കാണാം, അല്ലെങ്കിൽ അതിന്റെ ഒറിജിനൽ സൈസ് ഒന്ന് മാറ്റം വരുത്തി കാണാം എന്നുള്ളതാണ്. ഇവിടെ നോക്ക് നിങ്ങൾ, മാഗ്നിഫിക്കേഷൻ റെഫേഴ്സ് ടു ഹൗ മെനി ടൈംസ് ദ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഈസ് ടു ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ്. ഇമേജിനെയും ഒബ്ജക്റ്റിന്റെയും ഹൈറ്റിനെ താരതമ്യം ചെയ്തിട്ട് പറയുന്നതാണ് ഈ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ മാഗ്നിഫിക്കേഷനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ദ ഇമേജ്. റേഷ്യോ ആണല്ലേ. എന്തും തമ്മിലുള്ള റേഷ്യോ? ഹൈറ്റ് ഓഫ് ദ ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഇമേജിന്റെ ഹൈറ്റും ഒബ്ജക്റ്റിന്റെ ഹൈറ്റും തമ്മിലുള്ള റേഷ്യോയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാഗ്നിഫിക്കേഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്, ഇത് അതിന്റെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇനി അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? മാഗ്നിഫിക്കേഷൻ റെഫേഴ്സ് ടു ഹൗ മെനി ടൈംസ് ദ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഈസ് ടു ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ്. ഇമേജിനെയും ഒബ്ജക്റ്റിനെയും താരതമ്യം ചെയ്യുമ്പോൾ എത്രമാത്രം വലുതാണ് അല്ലെങ്കിൽ എത്രമാത്രം ചെറുതാണ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ് എന്ത്? മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കറിയാം HI/HO എന്ന് നമുക്ക് എഴുതാം. ഇനി ഇതല്ലാതെ മാഗ്നിഫിക്കേഷന് ഒരു ഫോർമുല കൂടി ഉണ്ട്.
ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇറ്റ് ഹാസ് നോ യൂണിറ്റ്. വൈ? ബിക്കോസ് ഇത് റേഷ്യോ ആണല്ലേ. റേഷ്യോ ആയതുകൊണ്ട് തന്നെ അതിനൊരു യൂണിറ്റ് ഉണ്ടാവില്ല. ഇനി അതിന്റെ രണ്ടാമത്തെ ഇക്വേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് ദ ഇമേജ് ടു ദ ഡിസ്റ്റൻസ് ഓഫ് ദി ഒബ്ജക്ട്, ദാറ്റ് മീൻസ് വി ബൈ യു എന്നുള്ളൊരു ഇക്വേഷനും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? എം ഇസ് ഈക്വൽ ടു എച്ച് ഐ ഡിവൈഡഡ് ബൈ എച്ച് ഒ വിച്ച് ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ യു എന്നുള്ളൊരു ഇക്വേഷനും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് നമ്മൾ ഇത്ര നേരം പഠിച്ചതും പറഞ്ഞതും ഒക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ ഞാൻ ഇവിടെ ഒന്ന് റീറൈറ്റ് ചെയ്യാണ്. എം ഇസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ യു ഈക്വൽ ടു എച്ച് ഐ ഡിവൈഡഡ് ബൈ എച്ച് ഒ, ഹൈറ്റ് ഓഫ് ദ ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഇനി ഇവിടെ ആദ്യം പറയാണ്, ഒരു ഇമേജ് ഇറക്റ്റ് ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കോ നെഗറ്റീവ് ആയിരിക്കോ എന്നാണ് ചോദിക്കുന്നത്. ഒരു ഇമേജ് ഇറക്റ്റ് ആവാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇറക്റ്റ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് എന്ന് പറയുന്നത് എബവ് ദ ആക്സിസ് ആയിരിക്കും. ഒബ്ജക്റ്റ് നമുക്കറിയാം, ഇറ്റ് ഈസ് ഓൾവേസ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഓൾവേസ് എബവ് ദ ആക്സിസ് ആണ്. എന്തോ പറ്റിയേ, 1 മിനിറ്റ്. ഓക്കെ, സോ ഇമേജ് എന്ന് പറയുന്നത് എബവ് ദ ആക്സിസ് ആണ്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഓൾവേസ് എബവ് ദ ആക്സിസ് ആണ്. അപ്പോൾ ഇറക്റ്റ് ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബവ് ദ ആക്സിസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ടു ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ് മാഗ്നിഫിക്കേഷൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. ഹൈറ്റ് ഓഫ് ദ ഇമേജ് ടു ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഹൈറ്റ് ഓഫ് ദ ഇമേജും പോസിറ്റീവ് ആയിരിക്കും, ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ആൻസർ കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ദിസ് വിൽ ബി പോസിറ്റീവ്. ഇനി രണ്ടാമത്തെ കേസ് നോക്ക്, ഇൻവേർട്ടഡ് ആണെന്ന് വിചാരിക്കുക ഇമേജ്. രണ്ടാമത്തെ കേസ് ഞാൻ വരയ്ക്കുകയാണ്, ഇൻവേർട്ടഡ് ആണ്. അപ്പോൾ എൻ്റെ ഒബ്ജക്റ്റ് ഇവിടെയാണ്, ഇമേജ് ഇതാ ഇവിടെ ഫോം ചെയ്തു, ഇൻവേർട്ടഡ് ആയിട്ട് ഫോം ചെയ്തു. ഇൻവേർട്ടഡ് ആവുകയാണെങ്കിൽ നമുക്കറിയാം ഇറ്റ് വിൽ ബി ബിലോ ദ ആക്സിസ്. ആക്സിസിൻ്റെ താഴെയായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ ഇമേജ് റേ ഡയഗ്രാംസിൽ നിങ്ങൾ നോക്കിയാലും ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജസ് ബിലോ ദ ആക്സിസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇമേജ്, അപ്പോൾ നമ്മളുടെ എം ഇസ് ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ. അപ്പോൾ ഇമേജ് എന്ന് പറയുന്നത് എന്തായി? നെഗറ്റീവായി. പോസിറ്റീവ് ആണ് എച്ച് ഒ, അപ്പോൾ ഞാനിവിടെ പോസിറ്റീവ് കൊടുത്തു. നെഗറ്റീവ് ഡിവൈഡഡ് ബൈ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ആൻസർ എന്ത് തന്നെയാണ് വരിക? നെഗറ്റീവ് ആണ് വരിക. അപ്പോൾ നമുക്കിവിടെ എന്ത് കൊടുക്കാം? ദിസ് വിൽ ബി നെഗറ്റീവ് എന്ന് കൊടുക്കാം. ഇനി റിയൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റിയൽ ആണെന്ന് പറഞ്ഞതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണത്? റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. റിയൽ ആൻഡ് വെർച്വൽ എന്ന് പറഞ്ഞ കേസ് എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇല്ല, എല്ലാത്തിലും റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. അപ്പോൾ ഇൻവേർട്ടഡ് ആണെങ്കിൽ എഗെയിൻ ഏത് കേസ് തന്നെയാണ് വരിക? ഇൻവേർട്ടഡ് ആണെങ്കിൽ വീണ്ടും അത് നെഗറ്റീവ് ആണ്. അപ്പോൾ റിയൽ ആണെങ്കിലും മാഗ്നിഫിക്കേഷൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇനി വെർച്വൽ എന്ന് പറഞ്ഞു, വെർച്വൽ ആൻഡ് ഇറക്റ്റ്, അതും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇറക്റ്റ് ആണെങ്കിൽ എങ്ങനെയാണ് ഇമേജ്? ഇറക്റ്റ് ആണെങ്കിൽ ഇമേജ് പോസിറ്റീവ് ആയിരിക്കും. ഇമേജ് അല്ല, മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ ഇത് ക്ലിയർ അല്ലേ? അപ്പോൾ ഇറക്റ്റ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും, കാരണം ഹൈറ്റ് ഓഫ് ദി ഇമേജും ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റും പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഫൈനൽ മാഗ്നിഫിക്കേഷൻ അതിൻ്റെ റേഷ്യോ ആയതുകൊണ്ട് അത് പോസിറ്റീവ് ആയിരിക്കും. ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറ്റ് ഓഫ് ദി ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. അതിൽ ഇമേജ് ഇൻവേർട്ടഡ് ആകുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും, ഒബ്ജക്റ്റിൻ്റെ അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ആൻസർ വിൽ ബി നെഗറ്റീവ്. അപ്പോൾ ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? നെഗറ്റീവ് കിട്ടി. ഇനി അടുത്തത് റിയൽ ആന്ന് പറഞ്ഞിട്ടുണ്ട്. റിയൽ ആന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇൻവേർട്ടഡ് ആണ് ഇമേജ്, അതിൻ്റെ ഒപ്പം ഉള്ളത് തന്നെയാണ് അതല്ലേ. അപ്പോൾ അതെന്തായിരിക്കും? എഗെയിൻ നെഗറ്റീവ് ആയിരിക്കും. വെർച്വൽ എന്ന് പറഞ്ഞാൽ ഇറക്റ്റ് ആണ്. ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കണ്ടുള്ളൂ ഇപ്പം, അപ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് 2 ന്യൂമറിക്കൽസും കൂടെ ചെയ്തിട്ട് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നോക്ക്, ആൻ ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് 2 സെൻറ്റിമീറ്റർ. ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എത്ര കൊടുക്കാം? 2 സെൻറ്റിമീറ്റർ എന്ന് കൊടുക്കാം. ഈസ് പ്ലേസ്ഡ് ഓൺ ദ, ഓക്കെ നമുക്ക് ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് on the optic axis at a distance 12 centimeter from the center of the convex lens. കോൺവെക്സ് ലെൻസിൻ്റെ സെൻറ്റർ എന്ന് 12 സെൻറ്റിമീറ്ററിലാണ് അത് വെച്ചിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് ആണ് തന്നിട്ടുള്ളത്. നമുക്കറിയാം കോൺവെക്സ് ലെൻസ് ആണ്, നമ്മൾ ഓൾവേസ് ഒബ്ജക്റ്റിന് ഏത് സൈഡിലാണ് വയ്ക്കുക? ഈ സൈഡിലാണ് വയ്ക്കുക അല്ലേ. അപ്പോൾ ഈ സൈഡ് എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്കുള്ള സൈഡാണ്. അപ്പോൾ ഇത് 12 സെൻറ്റിമീറ്റർ നമ്മൾ എങ്ങനെയാണ് എടുക്കുക? നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുക. 12 സെൻറ്റിമീറ്റർ നെഗറ്റീവ്. ഓക്കെ, ഇനി ഫോക്കൽ ലെങ്ത് ഓഫ് ദ കോൺവെക്സ് ലെൻസ് 6 സെൻറ്റിമീറ്റർ. ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് നമ്മൾ എപ്പോഴും എങ്ങോട്ടേക്ക് എടുക്കുക? റൈറ്റ് സൈഡിലേക്കാണ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്? 6 സെൻറ്റിമീറ്റർ ആണ് ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? അത് കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എപ്പോഴും റൈറ്റ് സൈഡിലേക്കാണ് എടുക്കുക, എപ്പോഴും പോസിറ്റീവ് ആണ് എടുക്കുക. സോ ഇറ്റ് വിൽ ബി 6 സെൻറ്റിമീറ്റർ. ഇനി
Draw a ray diagram based on the given measurements and write down the characteristics of the image. ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോർമലി അതിന് കറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്താ ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. പക്ഷെ ഇവിടെ നിങ്ങളൊരു കാര്യം നോക്ക്, ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത് 12 സെന്റിമീറ്ററിലാണ്. ഇവിടെ എഫ് എന്ന് പറയുന്നത് എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ 2F എന്ന് പറയുന്ന ഒരു പൊസിഷനിലാണ് എന്ത് വെച്ചിട്ടുള്ളത് അല്ലെ? 6 × 2 12. 2F എന്ന് പറയുന്ന പൊസിഷനിലാണ് എന്തിനെ വെച്ചിട്ടുള്ളത്? ഇമേജിനെ വെച്ചിട്ടുള്ളത്, സോറി ഒബ്ജക്റ്റിനെ വെച്ചിട്ടുള്ളത്. അപ്പൊ യു എന്ന് പറയുന്നത് 2F ആണ്. 2F എന്ന് പറഞ്ഞ പൊസിഷനിലാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് പഠിച്ചത് വെച്ചിട്ട് അറിയാം, ഒബ്ജക്റ്റിനെ 2Fൽ വെച്ചാൽ ഇമേജും എവിടെ തന്നെയാണ് ഫോം ചെയ്യുള്ളൂ? ഇമേജും എവിടെ തന്നെയാണ് ഫോം ചെയ്യുള്ളൂ? ഇമേജ് 2Fൽ തന്നെയാണ് ഫോം ചെയ്യുള്ളൂ. ഇതാണ് 2F. അപ്പൊ ഇവിടെ തന്നെയാണ് ഫോം ചെയ്യുക. അതും സെയിം ഹൈറ്റും അതുപോലെ തന്നെ റിയൽ ആൻഡ് ഇൻവേർട്ടഡും ആയിരിക്കും. ഓക്കെ, അപ്പോൾ 12 സെന്റിമീറ്ററിൽ നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചാൽ നമുക്കിവിടെ എഫ് എന്നുള്ളത് 6 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ട്വൈസ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഈ 12 ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഒബ്ജക്റ്റിനെ 2Fലാണ് വെച്ചിട്ടുള്ളതെങ്കിൽ ഇമേജും എവിടെ തന്നെയാണ് ഫോം ചെയ്യുന്നുണ്ടാവുക? 2Fൽ തന്നെയാണ് ഫോം ചെയ്യുന്നുണ്ടാവുക. അതും സെയിം ഹൈറ്റ് ആയിരിക്കും, സെയിം സൈസ് ആയിരിക്കും, ഒക്കെ അങ്ങനെയായിരിക്കും അല്ലേ? അപ്പോൾ ഇതിന്റെ റേ ഡയഗ്രം നമ്മുടെ ബുക്കിൽ ഓൾറെഡി മുന്നത്തെ ക്ലാസ്സിൽ എടുത്തതുപോലെ തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഇവിടെ പാരലൽ ആയിട്ട് വരുന്നു, റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. ഏതിൽ കൂടെ കടന്നു പോവും? ഫോക്കസിൽ കൂടെ കടന്നു പോവും. അടുത്തത് ഒപ്റ്റിക് സെന്ററിലൂടെ എങ്ങനെ പോവും? അൺഡീവിയേറ്റഡ് ആയിട്ട് കടന്നു പോകും. ഇതാ, അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടും സെയിം സൈസ് ആണ് കിട്ടുക. F2Fലാണ് ഇമേജ് ഫോം ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾ ബുക്കിൽ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളത് ഒന്നും കൂടെ റെഫർ ചെയ്ത് നോക്കാം. ഇനി അടുത്തത് കാൽക്കുലേറ്റ് ദ മാഗ്നിഫിക്കേഷൻ. അപ്പൊ മാഗ്നിഫിക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ വി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ വി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന നോക്കാം. ഓക്കെ, അപ്പൊ 1/f ഇസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് എന്താണ്? 1/v മൈനസ് 1/u ആണ്. അപ്പൊ നമ്മൾ ഇതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 1/6 ഈക്വൽ ടു 1/v മൈനസ് 1/-12 എന്ന് വരും. 2 മൈനസ് ഇടയിൽ വരുമ്പോൾ അത് എന്തായി മാറും? പ്ലസ് ആയി മാറും. 1/6 ഈക്വൽ ടു 1/v പ്ലസ് 1/12 എന്നായിട്ട് മാറും. ഇനി ഇതൊന്ന് 1/v കണ്ടുപിടിക്കാനോ? 1/v ഈസ് ഈക്വൽ ടു എന്താ വരിക? 1/6 മൈനസ് 1/12 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് 2 മൈനസ് 1 ഡിവൈഡഡ് ബൈ 12 എന്ന് കിട്ടും. നിങ്ങൾ LCM മെത്തേഡ് വെച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ 1/12 എന്ന് കിട്ടും. അപ്പോൾ 1/v ഈസ് ഈക്വൽ ടു 1/12 ആണെങ്കിൽ v എത്ര വരിക? v ഈസ് ഈക്വൽ ടു 12 സെന്റിമീറ്റർ. അതിന്റെ റെസിപ്രോക്കൽ എടുക്കാം. ഓക്കെ, ഇനി ഇത് കിട്ടി. ഇനി അടുത്തത് എന്താണ്? അടുത്തത് മാഗ്നിഫിക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ? മാഗ്നിഫിക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഇക്വേഷൻ എന്താണ്? m ഇസ് ഈക്വൽ ടു hi/ho എന്നുള്ളതാണ് ഇക്വേഷൻ, അല്ലെങ്കിൽ v/u എന്നുള്ളതാണ് ഇക്വേഷൻ. ഇവിടെ നമുക്ക് വിയും യുവും ഒക്കെ തന്നിട്ടുണ്ടല്ലേ? അപ്പൊ കണ്ടുപിടിച്ചു നമ്മൾ. അപ്പൊ m ഇസ് ഈക്വൽ ടു v/u ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ u എത്രയായിരുന്നു? u നമുക്ക് -12 ആണ്. -12 വിച്ച് ഈസ് ഈക്വൽ ടു -1 ആണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. -1 എന്ന് മാഗ്നിഫിക്കേഷന്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ഹൈറ്റ് ഓഫ് ദ ഇമേജും കൂടെ കണ്ടുപിടിക്കാനുണ്ടല്ലേ? ഹൈറ്റ് ഓഫ് ദ ഇമേജും കൂടെ ഉണ്ട്. അപ്പൊ hi ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യാം? നമുക്കറിയാം m ഇസ് ഈക്വൽ ടു hi ഡിവൈഡഡ് ബൈ ho ആണ്. അപ്പൊ hi കണ്ടുപിടിക്കണമെങ്കിൽ ho ഇങ്ങോട്ട് കൊണ്ടുപോവാം. അപ്പൊ എന്ത് ചെയ്യും? m ഇൻറ്റു ho എന്നായിട്ട് മാറും. m നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു -1. ho ഓൾറെഡി ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എത്രയാണ് ho? 2 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇൻറ്റു 2 ചെയ്യാം. അപ്പൊ എന്താണ്? -2 സെന്റിമീറ്റർ വിൽ ബി ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ്. ക്ലിയർ അല്ലേ? ഇതാണ് അപ്പോൾ ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ എന്താണ്? നെഗറ്റീവ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ്. പിന്നെ ഒബ്ജക്റ്റിന്റെ സൈസ്, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 2 സെന്റിമീറ്റർ ആണ്. ഇമേജിന്റെ ഹൈറ്റും 2 സെന്റിമീറ്റർ ആണ്. അപ്പൊ സെയിം സൈസ് ഉള്ളതാണ്, പക്ഷെ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം സെയിം സൈസ് ആണ്, പിന്നെ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ കോൺകേവ് ലെൻസ് ഹാസ് എ ഫോക്കൽ ലെങ്ത് ഓഫ് 20 സെന്റിമീറ്റർ. ഒരു കോൺകേവ് ലെൻസിന് കോൺകേവ് ലെൻസ് ആണ് പറഞ്ഞിട്ടുണ്ട്. സോ ഫോക്കൽ ലെങ്ത് വിൽ ബി എന്താണ്? കോൺകേവ് ലെൻസ് ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് നമ്മൾ ഏത് സൈഡിലാണ് കൺസിഡർ ചെയ്യുക? ഈ സൈഡിലാണ് കൺസിഡർ ചെയ്യുക. കാരണം എന്താ? അവിടേക്കാണ് കൺവേർജ് ചെയ്ത് ഡൈവേർജ് ചെയ്ത് അവിടെ നിന്നാണ് ഡൈവേർജ് ചെയ്ത് പോകുന്നത് പോലെ തോന്നുന്നത് അല്ലേ? അപ്പോൾ ഫോക്കൽ ലെങ്ത്തിന് നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുക്കും, -20 സെന്റിമീറ്റർ. പിന്നെ ആ ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് 2 സെന്റിമീറ്റർ ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 30 സെന്റിമീറ്റർ. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ് 2 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് എപ്പോഴും എബോവ് ദ ആക്സിസ് ആണ് വെക്കുന്നത്.
അപ്പോൾ നമുക്ക് എന്താ എഴുതാം, ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് പ്ലസ് 2 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കാം. പിന്നെ നമുക്കറിയാം എപ്പോഴും നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് ഒബ്ജക്റ്റിനെ വയ്ക്കുന്നത്. അത് എത്ര സെൻറ്റിമീറ്ററിലാന്ന് പറഞ്ഞിട്ടുണ്ട്, 30 സെൻറ്റിമീറ്ററിലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഡിസ്റ്റൻസിനെ നെഗറ്റീവായിട്ട് എടുക്കണം. ദാറ്റ് ഈസ് യു വിൽ ബി ഈക്വൽ ടു -30 സെൻറ്റിമീറ്റർ എന്നെടുത്തു. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ലെൻസ് ടു ദ ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ലെൻസ് ഫോർമുല ഉപയോഗിക്കുക. 1/f is equal to 1/v minus 1/u. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. -1/20 ഈക്വൽ ടു 1/v minus -1/30 എന്ന് വരും. അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്, v ഈക്വൽ ടു -5/60 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു -1/v is equal to -5/60 എന്ന് വരും. ദാറ്റ് ഈസ് -1/12 എന്ന് വരും. റെസിപ്രോക്കൽ എടുത്താൽ v is equal to -12 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ കാൽക്കുലേഷൻ പാർട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. നമുക്കത് മാത്രമായിട്ട് വേറൊരു ദിവസം ചെയ്യാം. ഓക്കെ, ജസ്റ്റ് സിമ്പിൾ ഫിസിക്സിന് ആവശ്യമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു മാത്സുകൾ, ഫ്രാക്ഷൻ കാൽക്കുലേഷൻ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ LCM കണ്ടുപിടിക്കുന്നതൊക്കെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇനി ഓക്കെ, ഇപ്പം നമുക്ക് v കിട്ടി. ഇനി നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഹൗ മച്ച് വിൽ ബി ദ മാഗ്നിഫിക്കേഷൻ. മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്, v/u ആണല്ലേ. അപ്പോൾ നമ്മൾ v ഇപ്പോൾ കണ്ടുപിടിച്ചു -12, u എന്ന് പറയുന്നത് നേരത്തെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു എത്രയാണ്, 30 ആണ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 0.4 എന്ന് കിട്ടും. യൂണിറ്റ് ഉണ്ടോ മാഗ്നിഫിക്കേഷന്? മാഗ്നിഫിക്കേഷന് യൂണിറ്റ് ഇല്ല, ബിക്കോസ് ഇറ്റ് ഈസ് എ റേഷ്യോ. ഓക്കെ, ഇനി ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഇസ് ഈക്വൽ ടു m × h. തൊട്ട് മുന്നേ നമ്മൾ ചെയ്തതാണല്ലേ. അപ്പോൾ എന്താണ് മാഗ്നിഫിക്കേഷൻ 0.4 ഇൻറ്റു ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എത്രയാണ്, 2 എന്ന് തന്നിട്ടുണ്ട്. 2 കൊടുക്കുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 0.8 സെൻറ്റിമീറ്റർ വിൽ ബി ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടെ പോർഷൻ ഉണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് എക്സസൈസിലത്തെ കുറച്ച് പ്രോബ്ലംസും കൂടെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ സ്പീഡ് കൂടുതലാണെങ്കിൽ നിങ്ങൾ പറയണം. അതുപോലെ തന്നെ ഈ കാൽക്കുലേഷൻ പാർട്ടിൽ മാത്സിൻ്റെ ഭാഗം വരുന്നത് ഹെൽപ്പ് വേണമെങ്കിൽ പറയണം. പിന്നെ ബാക്കി എന്ത് സജഷൻസ് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്